ബംഗ്ലാദേശിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണമെങ്കിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകണം. ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ അവർ നല്ല ചുട്ട മറുപടി നൽകും. പാകിസ്ഥാനെ രണ്ട് കഷ്ണങ്ങളാക്കിയ ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ പ്രവർത്തിക്കും. ബംഗ്ലാദേശ് ഒരു ഭാരത വിരുദ്ധ താവളമായി തന്നെ മാറാത്ത രീതിയിലുള്ള ചികിത്സ അവർ നൽകുമെന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങൾക്കിടയിൽ ഇത്തരത്തിലിപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് എംപിയായ ഇമ്രാൻ മസൂദ് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്നേ വരെ ഒരു വാക്കുപോലും ഉരിയാടാത്ത പ്രിയങ്കയ്ക്ക് എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് എന്നതാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇനി പ്രധാനമന്ത്രിയാകാനുള്ള കെൽപ്പില്ലയോ എന്നതിനാൽ തന്നെയാണോ ഇത്തരത്തിൽ അനിയത്തിയെ ഒരു സ്ഥാനത്തേക്ക് കോൺഗ്രസ് കുടിയിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ BJP പാളയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവത്തിൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ഗാസയിലെ വിഷയങ്ങളിൽ മാത്രം സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ അവഗണിക്കുന്നു എന്ന BJPയുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തവണ ബംഗ്ലാദേശിൽ ആക്രമണങ്ങൾ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് പ്രിയങ്ക ഗാന്ധിയാണെന്നതാണ് മസൂദിന്റെ അവകാശവാദം. കോൺഗ്രസ് നേതാവ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കൂ, എന്നിട്ട് നോക്കൂ അവർ എങ്ങനെയാണ് മറുപടി നൽകുന്നതെന്ന്. പാകിസ്ഥാനെ രണ്ട് കഷ്ണങ്ങളാക്കിയ ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ പ്രിയങ്കയും പ്രവർത്തിക്കും. ബംഗ്ലാദേശ് ഒരു ഭാരത വിരുദ്ധ താവളമായി മാറാത്ത രീതിയിലുള്ള ചികിത്സ അവർ നൽകും. പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയായാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന ചോദ്യം ഉയർന്നപ്പോൾ ഇമ്രാൻ മസൂദിന്റെ സ്വരം മാറുന്നതായും ഇവിടെ കാണാൻ സാധിച്ചു. രാഹുൽ ഗാന്ധിയും ഇതേ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നതായിരുന്നു ആ ചോദ്യത്തോടായി തന്നെ പ്രതികരിച്ചത്. ഇവർ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ്. രാഹുലും പ്രിയങ്കയും ഒരു മുഖത്തെ രണ്ട് കണ്ണുകൾ പോലെയാണ്. അവരെ വ്യത്യസ്തരായി തന്നെ കാണരുത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അയൽ രാജ്യവുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നു എന്ന BJP നേതാക്കളുടെ വിമർശനം അത് അടിസ്ഥാനരഹിതമാണ് എന്നും ഇമ്രാൻ മസൂദ് പറയുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നയതന്ത്രപരമായ പരാജയമാണ് നേരിടുന്നതെന്നും അതിൽ ശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നത് എന്ന ആരോപണമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ ഊർജം നൽകുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.